हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय राधा പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും വരട്ടെ, വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഭഗവാനെ എടുക്കുകയാണേ, ഇവിടുന്ന് ചേർന്ന് എണീക്കാൻ പറ്റുന്നില്ല, വിളക്ക് താഴെയുണ്ട്. കൃഷ്ണ ഗുരുവായൂർ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടേ പ്രിയ ചേച്ചിക്ക്, ലക്ഷ്മി ആൻറ്റിക്ക് എല്ലാവർക്കും ഇവിടെ വെച്ച് കട്ട്. വേഗം വരും, എല്ലാവരും പെട്ടെന്ന് വരും. മഞ്ജരീസിലേക്ക് വിളിച്ചാൽ മതി. ആ കത്തി പോരാ, അത് വേണ്ട. എല്ലാവരും വേഗം വരൂ. സൗന്ദര്യ പൊന്നുവിള, അമർ ആൻഡ് ഫാമിലി, ദിവ്യ നമ്പൂതിരി, അമ്പിളി സോമൻ ആൻഡ് ഫാമിലി, അമറും അമ്മയാണോ? വിളിക്കും, മഞ്ജരീസിലേക്ക് ആവശ്യമുള്ളവർ വിളിക്കും. എന്താ പറയുക, നമ്മുടെ കയ്യിൽ 51 എണ്ണേ ഉള്ളൂ, കൂടുതലില്ല. എഴുതിക്കോ. ഒരാളെ പേര് പോലും വിട്ടുപോകല്ലേ. പേര് മാത്രം മതി. എന്നിട്ട് ആ 51 പേരുടെയും പേര് ലിസ്റ്റിലാക്കിയിട്ട് ഭഗവാന്റെ മുന്നിൽ വെക്കണം. അവരെ കോണ്ടാക്ട് നമ്പറുകൾ എഴുതിയെടുക്കട്ടെ. വസ്ത്രവും വെള്ളവും അങ്ങനെയാണ് കൊടുക്കേണ്ടത്. നമ്മുടെ സാരി ഒന്ന് എടുത്ത് കാണിച്ച്. ഇവിടെ നല്ല ക്വാളിറ്റി സാരിയാണ് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നത്. കൈ കഴുകാതെടുക്കരുത്. വണ്ടി എനിക്ക് തരണേ, കളയരുത്. എല്ലാവരും എത്തിയോ? അയ്യോ ഇപ്പം വേണ്ട, പാത്രത്തിൽ വെള്ളം തരും, കൈ കഴുകാൻ. ഇത് ഭഗവാന്റെ പ്ലേറ്റ് അല്ലേ, എനിക്ക് ഭഗവാന്റെ പ്ലേറ്റ് ഒന്നും വേണ്ട. അത് ഇപ്പുറത്തേക്ക് ഇട്ടോ ബിന്ദുമ്മേ? നിൽക്കടാ. എത്ര സാരി വേണമെങ്കിലും നമുക്ക്, എത്ര വസ്ത്രം വേണമെങ്കിലും കൊടുക്കാം കേട്ടോ. എത്ര വസ്ത്രം വേണമെങ്കിലും കൊടുക്കാം. പക്ഷെ എത്ര ബുക്ക് ചെയ്താലും നാളെ ഒരെണ്ണം കൊടുക്കും. ഭഗവാന്റെ പ്രസാദമായിട്ടോ.
ഇതാ ബിന്ദുമ്മ ആദ്യം ബില്ലോക്കി പറയാം. അതുകൊണ്ടാണ് അവരെ കോൺടാക്ട് നമ്പർ എഴുതിയെടുക്കാൻ പറഞ്ഞത്. നമ്മുടെ സാരി കാണിച്ചില്ല, നാളെ വസ്ത്രദാനം ചെയ്യണം. അതങ്ങനെ എടുത്ത് താഴേക്കിടും. ആ കവർ കണ്ട വെയിറ്റ് ഉണ്ട്. ഓ ഇതാദ്യം അടയ്ക്കുക, ഇതടയ്ക്കുക. അതല്ല, ഇത് എൻ്റെ കൈ നോക്ക്. എന്നിട്ട് ഈ ബാഗ് അങ്ങോട്ട് തള്ളി വെക്കുക, ഈ ബാഗ്. എന്നിട്ട് മറ്റേ ഡോർ അടയ്ക്കുക. ഓക്കെ, ഇപ്പം കിട്ടിയില്ലേ? ഇനി ഇപ്പുറത്തോട്ട് വലിച്ചുകൊണ്ട് വന്നാൽ അത് പിന്നെ ശരിയാക്കാം. കാണിച്ചു തരാം. ഇതാണ് നമ്മൾ നാളെ വസ്ത്രദാനം നൽകുന്നത്. എല്ലാം നല്ല സെലക്റ്റീവായിട്ടുള്ള സാരികൾ ഇവിടുത്തെ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ച് വാങ്ങി നമ്മൾ കൊണ്ടുവന്നതാണ്. നല്ല കളേഴ്സാണ്. കൊടുക്കുമ്പോൾ നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ കൊടുക്കണം. കണ്ടോ? ഞാനിവിടെ ആരും ഉപയോഗിച്ചതും പഴയ വസ്ത്രങ്ങളൊന്നും കൊടുക്കാറില്ല. അതെ, നൂലൊന്നും പൊട്ടിച്ചിട്ടില്ല. പുതിയ വസ്ത്രങ്ങൾ മാത്രമേ കൊടുക്കൂ. കണ്ടോ? എത്ര വേണമെങ്കിലും കൊടുക്കാം. ഓരോരുത്തരുടെ പേരിൽ കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. എങ്ങനെയുണ്ട് ബിന്ദമ്മ സാരി? ബിന്ദമ്മയ്ക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റാണ്. കിട്ടുന്നവർ ഭാഗ്യവാന്മാർ. ഇതൊക്കെയാണ് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചത്. ഇത്രയും സാരി ബിന്ദുവിക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ? കാരണം നമ്മൾ കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ഇത് സാരിയാണ്, ഇത് നാളെ നമ്മൾ ദാനം നൽകാൻ വേണ്ടി ഞങ്ങൾ വെയിലത്ത് പോയി മഴയത്ത് പോയി ഇത്രയും വലിയ ബണ്ടിലും തലയെ കയറ്റി നീന്തി വന്നതാണ്. കാരണം കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണണമല്ലോ എന്തൊക്കെയാ കൊടുക്കണേന്നുള്ളത്. അത് കാരണം ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. സൂപ്പർ കളറല്ലേ? ബിന്ദമ്മയുടെ ചിരി കണ്ട? സാരി കണ്ടപ്പോ എന്തോരം സാരികളാന്ന്. ഇഷ്ടായോ? ഇത് കാണിച്ചതാ. അവർക്ക് എന്താ സാരിനോട് ഭയങ്കര ഇഷ്ടമാണ്. കൊടുത്തല്ലോ, നമ്മളൊന്ന് വാങ്ങിച്ചു കൊടുത്തില്ലേ? മഞ്ഞ അവിടെ ഇരിക്കുക. മഞ്ഞയും ചുവപ്പും നീലയും കറുപ്പൊക്കെ ഉണ്ട് അളിയൻ്റെ കയ്യില്. നോട്ടെ, ഇതുണ്ടോ?
കാരണം നമ്മൾ കൊടുക്കുന്നത് പക്കയായിട്ട് കൊടുക്കണം. നല്ല ഭംഗിയുണ്ടല്ലേ, കണ്ടോ? നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും കൊടുക്കാൻ നല്ല ക്വാളിറ്റി തുണി, ബെസ്റ്റ് ആയിട്ടുള്ള സാരി. കണ്ടോ? കാരണം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇത് നിങ്ങളെ കാണിച്ചിട്ട് വേണ്ടേ ചെയ്യാൻ. അതെ, സൂപ്പർ കളക്ഷൻ. നമ്മൾ തെരുവിലിരിക്കുന്നവർക്ക് ആഗ്രഹം ഉണ്ടാവില്ലേ ഒരു നല്ല സാരി ഉടുക്കണം എന്ന്. നോട്ടെ, സാരിയുടെ ഉള്ളിലായിട്ട് ഞാൻ ഇതും നല്ല കളറല്ലേ. കഴിഞ്ഞോ? ഇപ്പം സാരിക്കൂട്ടത്തിലായി ഞാൻ. എണ്ണിക്ക് 2 3 4 5 6 7 8 9 10 11 12 13 കൈ വയ്ക്കണം 14 15 16 17 18 19 20. അത് താഴെ വെച്ചോ, എന്നിട്ടെല്ലാം പയ്യ എടുത്തു വെച്ചാൽ മതി. 21 22 23 24 25 26 27 താഴെ വയ്ക്കേ. 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48 49 50. ഒരെണ്ണം അതിൻ്റെ അകത്ത് എക്സ്ട്രാ കൂടിപ്പോയി. അപ്പം 51 പിന്നെ ഒരു 4 എക്സ്ട്രാ ഉണ്ടാ. എവിടെ ഉണ്ട് എടുത്തേ? കൊണ്ടുപോയിട്ടൊന്നുമില്ല. ഉണ്ടോ? സാരി ഒന്നും ദാനം കൊടുത്തിട്ടില്ല. അത് പയ്യെ തേടിയാൽ മതി. ഇപ്പം എല്ലാം എടുത്തു വെച്ചോ. ഇപ്പം തേടണ്ട. അയ്യോ ഇപ്പം എടുക്കണ്ട, എടുത്ത് വെക്കുക. ഞാൻ പിന്നെ നോക്കിയെടുത്തോളാം. അപ്പോൾ 55 സാരി ഉണ്ട് കേട്ടോ. എല്ലാം സൂപ്പർ സാരിയാണ്. ഞാൻ സ്പെഷ്യലായിട്ട് സെലക്ട് ചെയ്ത് തപ്പിയെടുത്തതാണ്. അപ്പോൾ ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. നമ്മുടെ ഒരു മിനിറ്റ്. അയ്യോ എന്തിനാ ഇങ്ങനെ ചെയ്യണേ? നമ്മൾ ഭഗവത്ഗീതയിലൂടെ കർമ്മയോഗം എന്ന് പറയുന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കർമ്മയോഗത്തിൽ കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം, കർമ്മയോഗത്തിലൂടെ കൃഷ്ണാവബോധ പ്രവർത്തനത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് അല്ലേ. അതിൽ നമ്മൾ 12 ശ്ലോകങ്ങൾ വരെ പഠിച്ചു. നോക്കാം. 13ാമത്തെ സാരി മാത്രമാണ്. 13ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പം സർവകർമാണി മനസാ സംന്യാസനസ്താ സുഖേ വശീനവദ്വാരാ പുരേ ദേഹി നൈവ കുർവൻ നകാരയാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരസ്ഥനായിരിക്കുന്ന ആത്മാവ്, അതായത് നമ്മുടെ ഉള്ളിലാണ് ആത്മാവ് കുടികൊള്ളുന്നത് അല്ലേ. അപ്പം ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഈ ആത്മാവ് തൻ്റെ പ്രകൃതത്തെ നിയന്ത്രിച്ച്, അതായത് നമ്മുടെ ആത്മാവ് നമ്മുടെ ശരീരത്തിനെ നിയന്ത്രിച്ചുകൊണ്ട് സർവകർമ്മങ്ങളെയും, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും മനസാ പരിത്യജിച്ചുകൊണ്ട്, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും ആത്മാവ് എന്ത് ചെയ്യും? ആത്മാവ് അങ്ങ് പരിത്യജിക്കും,
9 വാതിലുകളുള്ള പുരത്തിൽ ഭൗതിക ശരീരത്തിൽ സുഖമായി വാഴുന്നു. 9 വാതിലുകൾ, നവദ്വാരങ്ങൾ. വാതിൽ എന്ന് പറഞ്ഞാൽ നവദ്വാരങ്ങളെയാണ് പറയുന്നത്. നമുക്ക് ശരീരത്തിൽ നവദ്വാരങ്ങളുണ്ട്. നവദ്വാരങ്ങളുള്ള ഈ പുരം എന്ന് പറഞ്ഞാൽ വീട്. അപ്പം ആ ഒരു വീട്, നമ്മുടെ ശരീരത്തെ ഒരു വീടായിട്ടാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അയ്യോ വരാൻ ഒരു ഇത് വെച്ച് കൊടുക്കണം, മാമ്പഴം ആ കുയിലിന് പാവം, അതൊന്ന് നമ്മൾ അവിടെ നിന്ന് ക്ലാസ് എടുക്കണം. ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രണ്ടിൽ വെച്ചത് അത് വന്ന് കൊണ്ടുപോക്കോളൂ. ഭഗവാന്റെ പ്രസാദത്തിൽ നിന്ന് ഒരു ചെറിയ പീസ് എടുത്ത് വെച്ച് കൊടുക്കുക അതിന്, പാവം. അപ്പം നമ്മുടെ ശരീരത്തെ ഒരു വീടായിട്ടാണ് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത്. അപ്പം ആ വീടിന് 9 വാതിലുകളുണ്ട്. 9 വാതിൽ എന്ന് പറഞ്ഞാൽ നവദ്വാരങ്ങൾ. അപ്പം നവദ്വാരങ്ങളുള്ള ഈ വീട്ടിൻ്റെ ഉള്ളിൽ ആര് സ്ഥിതി ചെയ്യുന്നു? ഈ ആത്മാവ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ചെയ്യുന്നില്ല, ചെയ്യിക്കുന്നുമില്ല ആത്മാവ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഈ ആത്മാവ് പരിത്യജിക്കുകയാണ്. നിങ്ങൾ ശരീരത്തിലിരുന്ന്, ശരീരം എന്താഗ്രഹിച്ചാലും ആത്മാവിന് അത് വേണ്ട. ശരീരത്തിന് എന്തുണ്ടോ ഏതുണ്ടോ ഇതൊന്നും ആത്മാവ് ബോധയുടെ അല്ല. എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് ഭഗവാൻ മാത്രം എന്ന ചിന്തയിൽ എന്താ ചെയ്യുന്നത്? ഭഗവാനെ മാത്രം നോക്കിക്കൊണ്ട് ഈ ആത്മാവ് നിലനിൽക്കുകയാണ്. അപ്പം ആ ആത്മാവ് കുടികൊള്ളുന്നത് 9 വാതിലുകളുള്ള വീട്ടിൻ്റെ ഉള്ളിലാണ്. ആ വീടാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. അതാണ് 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ക്ലിയർ? ദേഹി 9 വാതിലുകളുള്ള പുരത്തിൽ താമസിക്കുന്നു. ദേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്, ദേഹം എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ ഈ ആത്മാവ് 9 വാതിലുകളുള്ള വീട്ടിൽ, ശരീരത്തിൻ്റെ ഉള്ളിലാണ് ഈ ആത്മാവ് താമസിക്കുന്നത്. അപ്പോൾ ഈ ശരീരം എന്ത് പ്രവർത്തിച്ചാലും അത് പ്രകൃതികളുടെ ത്രിഗുണങ്ങൾക്കനുസരിച്ചാണ് പോകുന്നത്. പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഈ ശരീരം പ്രവർത്തിക്കുന്നത്, അല്ലേ? നമ്മൾ 3 ഗുണങ്ങളെക്കുറിച്ച് പഠിച്ചു. സത്വരജോ തമോ ഗുണത്തെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഈ 3 ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ശരീരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ 9 ദ്വാരങ്ങളുള്ള വാതിലുള്ള ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ, നവദ്വാരങ്ങളോടുകൂടിയ ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ആര് വസിക്കുന്നു? ദേഹി വസിക്കുന്നു, ആത്മാവ് വസിക്കുന്നു. ശരീരത്തിൻ്റെ പരിമിതികൾക്ക്, ശരീരത്തിൻ്റെ കുറവുകൾക്കനുസരിച്ച് വഴങ്ങുന്നുണ്ടെങ്കിലും ജീവാത്മാവിന് പരിമിതികളെ വേണമെങ്കിൽ അതിലംഘിക്കാൻ കഴിയും. ജീവാത്മാവിനെ വേണമെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പരിമിതികളെ ലംഘിക്കാൻ കഴിയും, മറികടക്കാൻ. എന്താണ് ശരീരത്തിൻ്റെ പരിമിതികൾ എന്ന് പറയുന്നത്? ആഗ്രഹം, ആവശ്യം, ആർത്തി, ദേഷ്യം, ഇതൊക്കെയാണ് ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ പരിമിതികൾ എന്ന് പറയുന്നത്. അപ്പം ആ ഞാൻ ഗീത എടുക്കണോ വല്ല അർത്ഥവും പറഞ്ഞുകൊണ്ടിരിക്കണോ പ്രഭുജി? ആദ്യം ഗീത ശ്രദ്ധിക്കൂ കേട്ടോ. അപ്പോൾ ഞാൻ അത്രയ്ക്ക് എല്ലാം അറിയുന്നൊരു വ്യക്തിയൊന്നുമല്ല, എനിക്ക് അത്രയ്ക്ക് അറിവുമില്ല. ശ്രീല പ്രഭുപാജി പറഞ്ഞു തന്നിരിക്കുന്ന ഭഗവത്ഗീതയിലൂടെ ഞാൻ പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ശ്രീകൃഷ്ണ ശരണം മമ ഇങ്ങനെയുള്ള വേർഡിനെ കുറിച്ചുള്ള അർത്ഥങ്ങളൊന്നും എന്നോട് ചോദിക്കുക, അത് അങ്ങ് കുറച്ചും കൂടെ അറിവുള്ള വ്യക്തിയോട് ചോദിക്കും. ഇവിടെ ആരുടെ അറിവിനെയും അളക്കുന്ന ഒരു സെഷനല്ല നമ്മൾ മഞ്ജരീസിലൂടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് എൻ്റെ മഞ്ജരീസ് ഗ്രൂപ്പിലുള്ളവരെ അവർക്കറിയാവുന്ന അറിവുകൾ എനിക്കും പറഞ്ഞിരുന്നു. എനിക്ക് മഞ്ജരീസിലൂടെ, കൃഷ്ണാവബോധത്തിലൂടെ, നമ്മുടെ ഗുരുപരമ്പരയിലൂടെ, ശ്രീല പ്രഭുപാജിയുടെ കാരുണ്യത്തിലൂടെ, ഭഗവാന്റെ കാരുണ്യത്തിലൂടെ കിട്ടിയ പരിമിതമായ അറിവ് അത് ലഭിച്ചു എന്ന് പോലും ഞാൻ പറയില്ല. അത് ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇവിടെ ഒരു വലിപ്പ ചെറുപ്പ വ്യത്യാസം അളക്കുന്നില്ല. മഞ്ജരീസിൽ ആരെയും ഞാൻ വലിപ്പ ചെറുപ്പ വ്യത്യാസത്തിന് വിടില്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് അത് അറിയുന്ന ആളുകളോട് പോയി ചോദിക്കൂ, എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ ജീവാത്മാവിന് ഈ പരിമിതികളെ വേണമെങ്കിൽ ലംഘിക്കാൻ സാധിക്കും. എന്താണ് ഈ പരിമിതികൾ എന്ന് പറയുന്നത്? ജീവാത്മാവ് എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. അപ്പം ജീവാത്മാവിന് നമ്മുടെ ദേഹത്തിൻ്റെ പരിമിതികളെ ലംഘിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ഈ ദേഹത്തിൻ്റെ പരിമിതികൾ എന്താണ്? പോരായ്മകൾ. പരിമിതികൾ എന്ന് പറഞ്ഞാൽ പോരായ്മകൾ. ഈ പോരായ്മകൾ എന്ന് പറയുന്നത് ആഗ്രഹം, ദേഷ്യം, വഴക്ക്, വാശി, ഞാനെന്ന ഭാവം, ധിക്കാരം, അഹങ്കാരം, ഇതൊക്കെയാണ് പോരായ്മകൾ. ഈ പോരായ്മകളെല്ലാം ജീവാത്മാവിന് ഒഴിവാക്കാൻ സാധിക്കും. ജീവാത്മാവ് അതെല്ലാം ഒഴിവാക്കുകയും ചെയ്യും. തൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ഭാവം മറന്നു പോകുന്നത് കൊണ്ടാണ് ജീവന് ശരീരത്തിനോട് താതാത്മ്യം തോന്നുന്നത്. അതായത് തൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന കുഴപ്പമില്ല ശ്രീലത മാതാജി, ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് അല്ലേ? കീച്ചൂട്ടൻ ആ വയ്യായിക എത്രയും പെട്ടെന്ന് മാറ്റിത്തരട്ടെ, ധൈര്യമായിട്ടിരിക്കും. ശ്രീലത ഭരണിയല്ലേ, ഞാൻ പ്രാർത്ഥിക്കാം. ദിവ്യോടൊന്ന് എഴുതി വെക്കാൻ പറയണേ. ശ്രീലത ഭരണി ധന്വന്തിരി മന്ത്രം, അങ്ങനെ എഴുതി വെച്ചാൽ മതി. ശ്രീലത ഭരണി ധന്വന്തിരി മന്ത്രം. അത് ഭഗവാൻ അഭിഷേകം ചെയ്യുമ്പോൾ ധന്വന്തിരി മന്ത്രത്തിലാണ് വയ്യാത്തവർക്ക് വേണ്ടി അഭിഷേകം ചെയ്യുക. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറഞ്ഞത്. അപ്പം സാരമില്ല ജയകൃഷ്ണൻ പ്രഭു, എനിക്ക് അറിഞ്ഞുകൂടാ, അറിയാത്ത കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറയൂ. എനിക്ക് വളരെ കുറച്ച് അറിവേയുള്ളൂ. ശ്രീല പ്രഭുപാജിയുടെ ഗ്രന്ഥങ്ങളൊന്നുമില്ലെങ്കിൽ ഞാനൊരു ബിഗ് സീറോ ആണ്. നിങ്ങളെപ്പോലെ ഞാനും പഠിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ആരോടെങ്കിലും ചോദിച്ചിട്ട് അർത്ഥം പറഞ്ഞു തരാം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നൊരു വാക്കാണ് ശ്രീകൃഷ്ണ ശരണം മമ.
എന്ന് പറഞ്ഞാൽ മലയാളം മീനിങ് വെച്ചിട്ട് ഭഗവാനെ നമ്മൾ ശരണം പ്രാപിക്കുന്നു. അല്ലാതെ അതിൻ്റെ ഡീപ്പായിട്ടുള്ള അർത്ഥങ്ങളൊന്നും എനിക്കറിയില്ല പ്രഭുജി. ശ്രീലത ഭരണി ഒരു നമ്മുടെ ആ ഫയലിൻ്റെ അകത്തുള്ള ഒരു A4 ഷീറ്റിൽ എഴുതി ശ്രീലത ഭരണി ധന്വന്തിരി. അപ്പം നമ്മൾ തൻ്റെ ശ്രേഷ്ഠമായിരിക്കുന്ന ഭാവം, നമ്മുടെ ഈ ശരീരത്തിൻ്റെ ഭാവം എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഭാവം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഭഗവാനോട് നമ്മൾ കണക്റ്റ് ആയിരിക്കണം എന്ന ഭാവം മാത്രമാണ്. അപ്പം ആ ഭാവത്തെ നമ്മുടെ ശരീരം മറന്നു പോവാണ്. എന്നിട്ട് നമ്മുടെ ശരീരം കിട്ടാത്ത എന്തിൻ്റെയോ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഓടുന്ന ഓട്ടത്തിൽ ശരീരം പലതും മറന്നു പോകുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? തന്മൂലം ദുഃഖങ്ങൾക്ക് നമ്മൾ അടിമപ്പെടുകയാണ്. നമ്മളിങ്ങനെ ഓടി ഓടി നടക്കും. മനസ്സിലായില്ലേ? ഓടി ഓടി നടന്ന് നമ്മൾ ഓരോ സ്ഥലങ്ങളിലെത്തും. എന്നിട്ട് നമ്മളിങ്ങനെ എന്തിനു വേണ്ടി ഓടിയെന്ന് പോലും അറിയില്ല. കുഞ്ഞുനാളിൽ നമ്മൾ കുഞ്ഞു പാത്രങ്ങളോട്, കളിപ്പാട്ടങ്ങളോട്, അട്രാക്റ്റീവായിട്ടുള്ള തിളങ്ങുന്ന വസ്തുക്കളോടെല്ലാം നമ്മുടെ മനസ്സും ശരീരവും അട്രാക്റ്റീവ് ആവും. അതേ പിടിക്കാൻ ധൃതിമോളെ ടേക്ക് റെസ്റ്റ് കേട്ടാ, അമ്മ പ്രാർത്ഥിക്കാം, ആൻറ്റി പ്രാർത്ഥിക്കാം. അപ്പോൾ അതിൻ്റെ പിന്നാലെയൊക്കെ കുട്ടികൾക്കൊരു അട്രാക്ഷൻ തോന്നും. അത് കഴിഞ്ഞ് കുറച്ച് വരുമ്പോഴേക്കും കളർ പെൻസിലുകൾ, പെന്നുകൾ, നല്ല നല്ല വസ്ത്രങ്ങൾ, ബാഗ്, ചെരുപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളോടൊരു അട്രാക്ഷൻ തോന്നും. യൗവനത്തിൽ വരുമ്പോഴേക്കും മൊബൈലുകൾ, അത് ഇത് അങ്ങനെ പോകും. വിവാഹപ്രായം എത്തുമ്പോൾ ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, യാത്രകൾ, അത് ഇത് അങ്ങനെയുള്ള അട്രാക്ഷൻ, സുഖ സൗകര്യങ്ങൾ, സെക്ഷൽ ആഗ്രഹങ്ങൾ, ഇതിനോടൊക്കെ അട്രാക്ഷൻ. കുറച്ചും കൂടി മാറിക്കഴിഞ്ഞാൽ സ്വത്ത്, സമ്പാദ്യം, പണം, പ്രശസ്തി, പേര്, അതിനാരെയും കൊല്ലും, എന്തും ചെയ്യും, ആ ഭാവത്തിലേക്ക് പോകും. അത് കഴിഞ്ഞാലോ, ഞാൻ ഇതുവരെ എന്ത് നേടി, ഞാൻ ആർക്ക് വേണ്ടി ഓടി, ഞാൻ എന്തിനു വേണ്ടി ഓടി, ഞാൻ എങ്ങനെയെല്ലാം എൻ്റെ കുടുംബത്തെ സ്നേഹിച്ചു, ഇങ്ങനെയെല്ലാം ഞാൻ എൻ്റെ മക്കളെ പോറ്റി, എന്ത് കിട്ടി? ഈ ചിന്തയിൽ ഒരു വ്യക്തിയെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നു. അല്ലേ വാസ്തവം? പക്ഷേ നമ്മളെപ്പോലെയുള്ളവർ ശ്രീല പ്രഭുപാജിയുടെ കാരുണ്യം കൊണ്ട് ഇത് റിയലൈസ് ചെയ്ത് കഴിഞ്ഞു. ശരീരം മനസ്സിലാക്കേണ്ട പരമമായിരിക്കുന്ന വസ്തുതയെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇങ്ങനെയൊന്നും ഓടിയിട്ട് കാര്യമില്ല. ജീവിക്കാൻ ഭക്ഷണം വേണം. നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുന്നു, നമ്മുടെ കർമ്മം ചെയ്യുന്നു, അതിനുള്ള റിസൾട്ട് അദ്ദേഹം നമുക്ക് തരും. അത്രയും ആ ബോധത്തിലേക്ക് ഉണർന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം കുറേ റിലാക്സ് ആവാൻ തുടങ്ങി. എന്നാലും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. അമ്മായിയമ്മമാരെ കൊണ്ടും, അമ്മായി അച്ഛന്മാരെ കൊണ്ടും, ഭാര്യയെ കൊണ്ടും, ഭർത്താവിനെ കൊണ്ടും, സഹോദരങ്ങളെ കൊണ്ടും എല്ലാം പ്രയാസങ്ങളുണ്ട് അല്ലേ? ഞാൻ കുറച്ച് ദിവസം നാളെ എടുത്തോളൂ, കുറച്ച് ദിവസം മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ സഹോദരൻ ഒരിക്കൽ പോലും എന്നെ വിളിച്ചിട്ടില്ല, ഏതാന്ന് അന്വേഷിക്കാറില്ല, പക്ഷെ സ്നേഹമാണ്, ഞാൻ അതേക്കുറിച്ച് ബോധയുടെയല്ല എന്ന് ഞാൻ പറഞ്ഞിട്ട്. പക്ഷേ ഇന്നലെ മുതൽ തിരുപ്പതിയിൽ ഞാൻ പോയി വന്നപ്പോൾ മുതൽ വല്ലാത്ത ഫ്രസ്ട്രേഷനാണ് അവന്. കാരണം എന്നെ 2-3 ദിവസം വിളിച്ചിട്ട് കിട്ടിയില്ല. അച്ഛൻ വിളിച്ചപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് കോൾ എടുത്തത്. നീ എവിടെയാണ്, നിനക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടോ? അത് കേട്ടപ്പോൾ ഏട്ടനും ടെൻഷനായി. ഇന്നൊക്കെ രാവിലെ 4 പ്രാവശ്യമൊക്കെ ഇരുന്ന് വിളിക്കണ്ടായി. നീ എഴുന്നേറ്റോ, ജിമ്മിൽ പോയോ? ഞാൻ ചോദിച്ചു നിനക്ക് എന്ത് പറ്റി? ഇന്നലെ അവൻ്റെ പിറന്നാളും കൂടിയായിരുന്നു. എന്നെ വിളിച്ച് ചോദിക്കാം, നിനക്ക് ഇന്നത്തെ ദിവസം മറന്നുപോയി? ഞാൻ പറഞ്ഞു ആരും മറന്നു? ജൂൺ 16 പൂയം നക്ഷത്രത്തിൽ ആര് ജനിച്ചു എനിക്കറിയില്ലേ? നിനക്കൊരു ഷർട്ടും മുണ്ടല്ലേ, അത് ഞാൻ അയച്ചു തരും, എല്ലാ വർഷവും കിട്ടുന്ന പോലെ കിട്ടും. വളരെ ഹാപ്പിയായിരുന്നു. നമ്മൾ അതുകൊണ്ട് ഒരിക്കലും സഹോദരങ്ങളോടൊരു വഴക്ക് വെക്കരുത്. അവർ മിണ്ടിയില്ല, സംസാരിച്ചില്ല, അന്വേഷിച്ചില്ല എന്ന ചിന്തയിൽ വഴക്കിടരുത്. സമയം വരുമ്പോൾ അവരെല്ലാവരും നമ്മളെ തേടി വരും, നമ്മളടുത്തേക്ക് വരും. നമ്മളപ്പോൾ വഴക്കിട്ടാൽ ആ സമയത്ത് നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞു പോയതെന്നൊരു ചിന്ത വരും. കാരണം ഞാൻ അന്നൊക്കെ 38 വർഷങ്ങളായി എൻ്റെ ആങ്ങൾ എന്നോട് ഇങ്ങനെയാണെന്ന് തോന്നിക്കഴിഞ്ഞിട്ട്, കുഞ്ഞുനാളൊക്കെ കളിയും ചിരി ഞങ്ങളൊരു വീട്ടിലായിരുന്നല്ലോ. അത് കഴിഞ്ഞ് പോയപ്പോൾ ഒന്ന് എന്താ പറയുക, ഇങ്ങനെയൊന്നും ചോദിക്കുന്നില്ല എന്നൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഞാൻ വഴക്കിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ചൊരു റൂഡായിട്ട് സംസാരിച്ചെങ്കിൽ. ഇന്നലത്തെയൊക്കെ അവൻ്റെ ഒരു കോളിൻ്റെ മേളിൽ, ഇന്നത്തെ അന്വേഷണത്തിൻ്റെ മേളിലൊക്കെ ഞാൻ എത്രമാത്രം ഫീൽ ചെയ്ത് പോയേനെ, എത്ര സങ്കടപ്പെട്ടു പോയേനെ. അയ്യോ ഞാനും പറഞ്ഞു പോയില്ലേ, എന്നിട്ട് അവനിങ്ങോട്ട് വിളിച്ചില്ലേ എന്ന് ഇപ്പം നമുക്ക് എന്താണ്, നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അവൻ്റെ കോള് വന്നപ്പം ഇനി ഈ ജന്മം അങ്ങനെ അന്വേഷിക്കേണ്ട. പക്ഷെ ഭയങ്കര സ്നേഹമാണ്, ഞങ്ങൾ അടിച്ച് പിരിഞ്ഞൊന്നും നിൽക്കല്ല, ഞങ്ങൾ ഭയങ്കര സ്നേഹമാണ്. പക്ഷെ പുള്ളി അങ്ങനെ വിളിച്ചൊന്നും അന്വേഷിക്കില്ല. അത് നമ്മളൊരു സിസ്റ്റർ എന്ന നിലയ്ക്ക് നമുക്കൊരു സങ്കടം ഉണ്ടാവും. പക്ഷെ ആ പരിമിതികളെയും ആ വിഷമങ്ങളെയും വരെ ഭഗവാൻ കണ്ടറിഞ്ഞ് തീർത്തു തന്നു. ഒരിക്കൽ പോലും ഞാൻ ഭഗവാനോട് പറഞ്ഞിട്ടില്ല ഭഗവാനെ അവനൊന്നും എന്നെ വിളിക്കണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുമില്ല. പക്ഷെ വിളിച്ചു, സംസാരിച്ചു, അന്വേഷിച്ചു. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും പീസ്ഫുള്ളായിട്ടിരിക്കാനേ ഞാൻ പറയും. മനസ്സിലായില്ലേ? പീസ്ഫുള്ളായിരിക്കും. എന്താ പറയുക, സൂപ്പർ ശ്യാമ മാതാജി, അമ്മയുടെ ദർശനം എടുക്കും.
അപ്പോൾ പീസ്ഫുൾ ആയിരിക്കുക, ക്ഷമയോടെ ഇരിക്കുക, സമാധാനത്തോടെ ഇരിക്കുക, വയലൻസ് ഒഴിവാക്കുക. എത്ര നേരം ചിരിക്കാൻ പറ്റുമോ അത്ര നേരം ചിരിക്കുക. നമുക്ക് ആരോടും പരാതിയില്ല, ആരോടും ദേഷ്യമില്ല, ആരോടും വെറുപ്പുമില്ല. നമ്മളെ തേടി വരേണ്ടവർ നമ്മളെ തേടി വരും. മനസ്സിലായില്ലേ? ഇന്ന് രാവിലെ ഞാൻ ഇടുന്ന കോട്ട്സ് കണ്ടില്ലേ? അത് വെറുതെ വായിച്ചു പോകാനുള്ള കോട്ട്സ് അല്ല. നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന കോട്ട്സ് ശ്രദ്ധിച്ചു വായിച്ച് അതിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനാണ് ഞാൻ നിങ്ങൾക്കത് ടൈപ്പ് ചെയ്ത് അയച്ചു തരുന്നത്. നമ്മൾ എത്രത്തോളം ക്ഷമയോടെ ഇരിക്കുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ദുഃഖങ്ങൾ വരാൻ കാരണം എന്താണ്? നമ്മളുടെ ലക്ഷ്യം നമ്മൾ മറന്നു പോകുന്നതുകൊണ്ടാണ്. നമ്മുടെ ലക്ഷ്യം എന്താണ്? എവിടുന്ന് വന്നോ അവിടേക്ക് തിരിച്ചു പോവുക. നമ്മൾ വരുന്ന സമയത്ത് നമുക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്. പക്ഷേ തിരിച്ചു പോകുന്ന സമയത്ത് ആ അച്ഛനും അമ്മയും നമ്മുടെ കൂടെ ഇല്ല. ചിലപ്പോൾ കാണും, ചിലപ്പം കാണില്ല, അല്ലേ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു കഷ്ണം തുണി പോലും ഇല്ലാതെ ഭൂമിയിൽ വരുന്ന നമ്മൾ ഒരു തുണി പോലും ഇല്ലാതെ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആ ഒരു ചെറിയ ജീവിതത്തിനിടയിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? പരസ്പരം വിരോധം സൂക്ഷിക്കരുത്, വൈരാഗ്യം സൂക്ഷിക്കരുത്, നമ്മുടെ വ്യക്തിത്വത്തെ നമ്മൾ മറന്നു പോകരുത്. തീർച്ചയായിട്ടും ബീന മാതാജി ആഡ് ചെയ്യാം. 9342494941 എന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തന്നോളൂ. FBയിലൂടെയാണ് കാണുന്നതെന്ന് പറയാം, പേര് പറയാം, ദാറ്റ്സ് ഓൾ, അത് മതി. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിക്കാം അവനെ. വിളിച്ചാലിപ്പം കുറേ നാളായിട്ട് നിങ്ങളാരും പുള്ളിയുടെ സൗണ്ട് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? ആ മഞ്ജരീസിൻ്റെ ഫോണും തരുവേടാ. ഇത് 2% ചാർജ് ചെയ്തു. ആള് നോക്കട്ടെ, എടുക്കുമെന്നറിയില്ല. നോക്കാം നമുക്ക്. രാജു അച്ഛനെ വിളിച്ചാ? ആ, എന്നാ ഒന്ന് അച്ഛനെ വിളിച്ചോ കേട്ടാ. അവര് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട്. അച്ഛനിത് എന്നെ വിളിക്കുന്നു, നീ അച്ഛനെ വിളിക്കുക, ഞാൻ ക്ലാസ്സിലാന്ന് പറ. അയ്യോ ഞങ്ങള് ഭയങ്കര കൂട്ട. ഏട്ടാന്നൊക്കെ വിളിച്ച് എന്നോട് നോക്കിയേ അങ്ങനെ ചോദിക്കുക. എടാ രാജു എന്നാ വിളിക്കുക. ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ അച്ഛൻ വിളിക്കുന്നു, ഒന്ന് വിളിച്ചേക്കട്ടെ. ഭയങ്കര കൂട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഭയങ്കര കൂട്ടം. എന്നെക്കാൾ 6 വയസ്സിന് മൂത്തതാ, പക്ഷെ രാജു എന്നാ വിളിക്കാം. അവന് ഏട്ടനാ അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഏട്ടനാ. ഒറ്റ സെക്കൻഡേ. ആച്ചാ പറഞ്ഞോ. ആ ആ എന്താണ്? ഹലോ, ആ ആ പറച്ചാ കേക്കാം. ആ അപ്പൊ ഗുരുവായൂർ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാ മതി അച്ഛാ. ഗുരുവായൂർ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞാ മതി. രാജു, ഞാൻ അച്ഛനോട് സംസാരിക്കുകയാണ്. എനിക്ക് ഫോണ് വിളിച്ചാ കിട്ടൂല. ഒരു മിനിറ്റ് അച്ഛാ. എന്താണ്? ഫോണ് വിളിച്ചു കഴിഞ്ഞാലേ ഫോണ് കംപ്ലൈന്റ് ആണ്. ആയിക്കോട്ടെ. രണ്ട് ഫോണും ഞാൻ വീട്ടില് ക്ലാസ് എടുത്തോണ്ടിരിക്കുന്ന. നീ ഒന്ന് വിളിച്ചുകൊണ്ട് പറഞ്ഞ ഒരു മറ്റേ കുങ്കുമാർച്ചനെ ഇതെല്ലാം കഴിച്ചെന്ന് പറയും. പറയാം അച്ഛനോട് പറയാം. ശരി, ഞാൻ വിളിച്ചോ ബിസിയാണ്. ഓക്കെ. പറയാ അച്ഛാ. ഒരു മിനിറ്റ്. അതെ, അച്ഛൻ നേരെ ഗുരുവായൂരിലേക്ക് പോയിക്കോ, ഞാൻ വേറെ വണ്ടി അറേഞ്ച് ചെയ്തോളാം. എവിടുന്ന് പ്രസാദം വാങ്ങണ കാര്യം പറയണേ അച്ഛാ. എവിടുന്ന് പ്രസാദം വാങ്ങ? അടികളെ വീട്ടിൽ നിന്ന് അച്ഛൻ പ്രസാദം വാങ്ങിയിട്ട് നേരെ ഗുരുവായൂർ നമ്മുടെ റൂമിലേക്ക് പോയിക്കോളൂ. ഓക്കെ, ബാക്കി ഞാൻ വിളിച്ച് ചെയ്തോളാം. അച്ഛൻ പോയിക്കോ, അവിടെ അടികളോട് പ്രസാദം വാങ്ങിച്ചിട്ട് നേരെ റൂമിലേക്ക് പോയിക്കോ. നിമിഷയ്ക്കൊന്ന് കൊടുത്തേ.
നിമിഷേ നേരെ അടികളുടെ വീട്ടിൽ പോയിട്ടേ മോള് പ്രസാദം മേടിക്കുക. അടികളോട് ദക്ഷിണ കൊടുക്കും, ഒരു 501 രൂപ. ആ, അതറിയില്ല ചേച്ചിക്ക്, ഇന്നലെ അങ്ങനെ പറഞ്ഞില്ല. പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടോ? അത് സാരമില്ല. ഒരു കാര്യം ചെയ്താൽ മതി, നമുക്ക് നേരെ അടികളെ വീട്ടിൽ നിന്ന് പ്രസാദം വാങ്ങിച്ചിട്ട് നമ്മുടെ റൂമിലേക്ക് പോയിക്കോ. ബാക്കി ഞാൻ അറേഞ്ച് ചെയ്തോളാം. ഡ്രൈവർ ഗുരുവായൂരിന്ന് വിട്ടേക്ക്, വേറെ വണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യാം കേട്ടാ. ആ കൊടുത്തേ. ആ ഒരു സെക്കൻഡ് കേട്ടോ. ആ എന്താ രതീഷ് ചേട്ടാ? ആ എന്തു പറ്റി? നമ്മുടെ അത് നമ്മുടെ തിരുവഞ്ചിക്കുളം ക്ഷേത്രമല്ലേ? അവിടെ തന്നെ ഒരു കിലോമീറ്റർ ദൂരത്തിൽ തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന്റെ നടയുടെ മുമ്പിൽ തന്നെ ആ റൈറ്റ് സൈഡിലുള്ള അടികളുടെ വീട്ടിൽ പോയിട്ട് പ്രസാദം വാങ്ങിച്ചാൽ മതി. ആ അവിടെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഗുരുവായൂർ പോയിട്ട് അവിടുന്ന് പാൽപ്പായസം എടുക്കണം, കളഭം എടുക്കണം. കളഭം എടുത്തിട്ട് വേണം കോഴിക്കോട്ടേക്ക് പോകാൻ. ആ ഇന്ന് സാരമില്ല. ചേട്ടൻ ഒരു കാര്യം ചെയ്താൽ മതി. ചേട്ടൻ നേരെ കൊടുങ്ങല്ലൂരിൽ നിന്ന് പ്രസാദം എല്ലാം മേടിച്ചിട്ട് ഗുരുവായൂർ നമ്മുടെ റൂമിൽ ഡ്രോപ്പ് ചെയ്തോളൂ കേട്ടാ. പിന്നെ ഞാൻ വേറെ വണ്ടി കൊടുത്തോളാം. അയ്യോ ഒന്നും കുഴപ്പമില്ല രതീഷ് ചേട്ടാ, നിങ്ങളുടെ കാര്യങ്ങൾ നടക്കട്ടെ. പ്രസാദം മേടിച്ചിട്ട് നമ്മുടെ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തോളൂ കേട്ടാ. ശരി ആയിക്കോട്ടെ, ഓക്കെ. അയ്യോ നാരായണ, ഒരു രക്ഷയില്ല. അച്ഛനും അമ്മയും ഏട്ടൻ്റെ ഭാര്യയും മക്കളെല്ലാം കൂടെ ഗുരുവായൂർ വന്നിട്ടുണ്ട്. അപ്പോൾ അവരിങ്ങനെ ഒരു ഫുൾ റൗണ്ട് വിസിറ്റ് നടത്തി എല്ലാ ടെമ്പിൾസും. അപ്പോൾ അവരുടെ കൂടെ ഉണ്ടായ ഡ്രൈവറിന് അത്യാവശ്യമായിട്ടൊന്ന് പോകാനുണ്ടെന്ന് പറഞ്ഞു. ആ കംപ്ലയിൻറ്റ്സ് ഏട്ടൻ്റെ ഭാര്യയും അച്ഛനും എല്ലാം കൂടെ ഒരു തലയ്ക്ക്, അച്ഛനും ഏട്ടനും എന്താ പറയുക നിമിഷയും എല്ലാവരും കൂടെ. കുഴപ്പമില്ല, സോൾവ് ചെയ്തിട്ടുണ്ട്, നോ പ്രോബ്ലം. കാരണം എനിക്ക് എൻ്റെ അച്ഛൻ, അമ്മ, ബ്രദറിൻ്റെ വൈഫ്, മക്കൾ അവരെപ്പോഴും സേഫായിരിക്കണം. അവർക്ക് ഒരു വിഷമങ്ങൾ എവിടെയും ഉണ്ടാവരുത്. അവർ പക്ക ഹാൻഡിലായിരിക്കണം, അത് നിർബന്ധമാണ്. അത് ഞാൻ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാലും അവരുടെ ഭക്ഷണം, വസ്ത്രം, താമസം, യാത്ര, അവരുടെ മരുന്ന്, ആരോഗ്യം ഇതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കും. അതെൻ്റെ കടമയാണ്, എൻ്റെ കുടുംബത്തെ സംരക്ഷിക്കുക. കാരണം ഞാൻ എൻ്റെ അച്ഛനെയും അമ്മേനെയും എൻ്റെ കുടുംബത്തെയും സ്നേഹിച്ചാലേ എനിക്ക് മറ്റുള്ളവരായിരിക്കുന്ന വ്യക്തികളെയും സ്നേഹിക്കാൻ പറ്റും, നിങ്ങളെയും സ്നേഹിക്കാൻ പറ്റും, അല്ലേ? ഞാൻ ചെയ്യേണ്ട പ്രവൃത്തി ഞാൻ ചെയ്യാതെ ഞാൻ നിങ്ങളെ ഉപദേശിച്ചിട്ട് എന്ത് കാര്യം? ഒരു കാര്യമില്ല. അപ്പോൾ അതാ കാര്യം. വിഷമമില്ലല്ലോ ആർക്കും. ഞാൻ സമയം കളഞ്ഞു, ക്ഷമിക്കണം. അപ്പോൾ നമ്മുടെ ശ്രേഷ്ഠമായിരിക്കുന്ന ഭാവം എന്ന് പറയുന്നത് എന്താണ്? ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാനുള്ള മനസ്സ്. അത് നമ്മൾ മറന്നു പോവാണ്. മറന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ താമസിക്കണം, ഇവിടുന്ന് അത് വേണം, ഇത് വേണം എന്നും പറഞ്ഞ് ഒരേ ബഹളം കൂട്ടും. അപ്പം ഈ ബഹളം നമ്മൾ എന്ത് ചെയ്യരുത്? ഒഴിവാക്കണം. ഈ ബഹളം നമുക്ക് വേണ്ട. ആകാശത്തിൻ്റെ താഴെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ഓടുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ മഞ്ചരീസിലുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വേദനകളും വൈയായികകളും എനിക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നു? യാത്ര പോയപ്പം അയ്യോ അവരുടെ കാല് വേദനിക്കരുത്, അവർക്ക് വെള്ളത്തിന് ദാഹിക്കരുത് എന്ന് ഞാൻ എന്തുകൊണ്ട് ചിന്തിച്ചു? അവരുടെ ശരീരത്തിൽ നിന്ന് ഒരു തുള്ളി വിയർപ്പ് വീഴരുത്, അവർ നല്ല രുചികരമായ ഭക്ഷണം കഴിക്കണം എന്ന് ഞാൻ എന്തുകൊണ്ട് ആഗ്രഹിച്ചു? അത് എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അമ്മയുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും വേദന എന്താണെന്ന് എനിക്ക് അറിയാവുന്നത് കൊണ്ടാണ്. അവരുടെ കാൽവേദന എനിക്കറിയാം, അവർ ദാഹിച്ചാൽ എന്താവും എന്ന് എനിക്കറിയാം, അവരുടെ ശരീരത്തിൽ നിന്ന് വിയർപ്പ് വന്നാൽ എന്താവും എന്ന് എനിക്കറിയാം. ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് റിയലൈസ് ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് അവരെ സ്നേഹിച്ചാലാണ് എനിക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുക. ആ സ്നേഹത്തിലെ ആത്മാർത്ഥതയുള്ളൂ, അല്ലെങ്കിൽ അതൊരു കൂട്ടിക്കാട്ടലുകളായിപ്പോവും. പെറ്റ അമ്മയും അച്ഛനെയും നോക്കാതെ സ്നേഹിക്കാതെ ഞാൻ പ്രസംഗം നടത്തി പറഞ്ഞ് നടന്നിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. പിന്നെ വീടാകുമ്പോൾ വഴക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാവും. അതിനെ മറന്ന് പുറത്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ആ ലൈഫാവുന്നത്. മനസ്സിലാവുന്നത്? അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിച്ചാലേ അവിടെ എന്തുള്ളൂ? ഭഗവാനുള്ളൂ, ഭഗവാന്റെ കാരുണ്യമുള്ളൂ. അല്ലാതെ ഒരു വീട്ടിൽ 4 പേര് 4 ദിശയിലേക്ക് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വീട്ടിൽ ഭയങ്കര സ്ട്രെസ്സാണ്, സമാധാനം കിട്ടില്ല ആ വീട്ടിൽ. നമ്മളൊരു ജീവാത്മാവാണ്, വ്യക്തിബന്ധങ്ങൾക്കൊരു വാല്യൂ ഇല്ല എന്ന് നമ്മൾ പറയരുത്.
ജീവാത്മാക്കളായിരിക്കുന്ന നമ്മൾ ഭൂമിയിൽ വന്നപ്പോൾ നമുക്ക് ലഭിച്ച അനുഗ്രഹമാണ് നമ്മുടെ വ്യക്തിബന്ധങ്ങൾ. ആ വ്യക്തിബന്ധങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മനസ്സിലായില്ല? അങ്ങനെ കാത്തു സൂക്ഷിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ മാത്രമേ അതിനൊരു അടിത്തറയുള്ളൂ, അടിസ്ഥാനമുള്ളൂ. ക്ലിയർ? കാരണം ഞാൻ നിങ്ങളിൽ എല്ലാവരിലും കാണുന്നത് എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എൻ്റെ ചേട്ടൻ, എൻ്റെ സഹോദരി, എൻ്റെ സഹോദരൻ്റെ മക്കള്, എൻ്റെ മകൻ, ആ വ്യക്തിബന്ധങ്ങളെയാണ് നിങ്ങളിൽ ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടം. നിങ്ങൾ ആരെങ്കിലും കാണാതെ ആകുമ്പോൾ ഞാൻ എവിടെയെന്ന് നിങ്ങളെ വിളിച്ച് അന്വേഷിക്കുന്നത്. ഗ്രൂപ്പിൽ നിന്ന് സപ്പോസ് എന്തെങ്കിലും കാരണവശാൽ ലെഫ്റ്റായി പോയാൽ, ചിലപ്പോൾ മൊബൈലൊക്കെ കൈതട്ടി ലെഫ്റ്റ് ആവും, കുട്ടികളെ വിളിച്ചാൽ ലെഫ്റ്റ് ആകുമ്പോൾ പോയാൽ പോട്ടെ എന്ന് ഞാൻ ചെയ്യാറില്ല. ഞാൻ എങ്ങനെയെങ്കിലും അഡ്മിൻസിനെ കൊണ്ട് വിളിപ്പിക്കും, എന്ത് പറ്റി, എന്താ ലെഫ്റ്റ് ആയത്, എന്താ കാരണം എന്ന് ചോദിച്ച് അവരെ തിരിച്ച് ആഡ് ചെയ്യിപ്പിക്കും. കാരണം എൻ്റെ ഫാമിലിയാണ്, എൻ്റെ എന്താ പറയുക, ക്ലോസ് വൺസ് ആണ്. സോ അങ്ങനെ ഇരിക്കുമ്പം നമുക്കത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ? അപ്പോൾ കൃഷ്ണാവബോധത്തിൽ ജീവന് തൻ്റെ യഥാർത്ഥ സ്ഥിതി പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. കൃഷ്ണാവബോധത്തിൽ തൻ്റെ ജീവന് യഥാർത്ഥ സ്ഥിതി പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. അത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണാവബോധം നമ്മൾക്കുള്ളിലുണ്ടെങ്കിൽ, ഭഗവാനോടുള്ള ഒരു ആത്മാർത്ഥമായ സ്നേഹം നമ്മൾക്കുള്ളിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവനെ പുനർജീവനത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. എങ്ങനെയത്? നമ്മൾ പോകേണ്ടത് ഭഗവാന്റെ അടുത്തേക്കാണ്. ഭഗവാനാണ് പരമമായിരിക്കുന്ന സത്യം. നമ്മൾ അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, അങ്ങോട്ടാണ് പോകേണ്ടത്. അതിനിടയിൽ കാണുന്നതെല്ലാം ടെമ്പററി ആണ്. അതിന് പിന്നാലെ പോയി കഴിഞ്ഞാൽ ഭഗവാനെ മറന്നു പോകും എന്ന ചിന്ത നമുക്ക് കൃഷ്ണാവബോധത്തിലൂടെ ലഭിക്കും. ആ ഒരു ചിന്ത ലഭിച്ചു കഴിഞ്ഞാൽ എന്തായി? നമുക്ക് നമ്മുടെ ജീവൻ ഒരു പുനർജീവിതമായി മാറി, സന്തോഷവും സമാധാനവും ഉള്ളൊരു ജീവിതമായി മാറി. ക്ലിയർ? അങ്ങനെ കൃഷ്ണാവബോധം ഉൾക്കൊള്ളുന്ന ഒരാള് ക്ഷണേന ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായും അകന്നു പോകും. അങ്ങനെ കൃഷ്ണാവബോധത്തിൽ ഡീപ്പായി ഒരാൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ എന്തായി? ആ വ്യക്തി മറ്റാഗ്രഹങ്ങളിലും എന്താ പറയുക, ദേഷ്യം, വാശി, വെറുപ്പ്, വിദ്വേഷം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ സ്പ്ലിറ്റ് ആയി പോകും. അതൊന്നും വേണ്ട, പോട്ടെ, സാരമില്ല, ക്ഷമിക്കാം, സന്തോഷമായിട്ട് മുന്നോട്ട് പോകാം എന്ന മനോഭാവത്തിലേക്ക് വരും. ഓക്കെ. പിന്നെ 9 കവാടങ്ങളുള്ള പട്ടണത്തിൽ അയാൾ തൻ്റെ മനോഭാവങ്ങളെല്ലാം മാറ്റി സുനിയന്ത്രിതമായിരിക്കുന്ന ജീവിതം നയിക്കുന്നു. 9 കവാടം എന്ന് പറഞ്ഞാൽ വാതിൽ. 9 കവാടം എന്താണ്? നവദ്വാരങ്ങൾ. 2, 4, 5 നവദ്വാരങ്ങൾ. മനസ്സിലായി? അങ്ങനെ നവദ്വാരം ഇവിടെയുണ്ട് 2, 7. പിന്നെ നമ്മുടെ ജനനേന്ദ്രിയ വ്യവസ്ഥയിൽ അങ്ങനെ നവദ്വാരങ്ങളുള്ള നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവിതം നയിക്കുകയാണ് ആര്? ആത്മാവ്. ആലോചിച്ച് നോക്കണം, 9 വാതിലുകളുള്ള ഒരു കൊട്ടാരത്തിനുള്ളിൽ ആത്മാവ് കയറി ജീവിക്കുകയാണ്. അപ്പം ആ വീടിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ താമസിക്കുന്ന ഈ വീട് പോലെ, വീടിന് മഴയും വെയിലും ഒക്കെ കൊണ്ട് പെയിൻ്റൊക്കെ പോകുന്നത് പോലെ നമ്മുടെ ശരീരമാകുന്ന വീടിന് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ പ്രശ്നങ്ങളെയെല്ലാം എന്താണ്? അതിജീവിക്കുന്നുണ്ട് നമ്മൾ. എങ്ങനെ അതിജീവിക്കണം? കൃഷ്ണാവബോധത്തിലൂടെ അതിജീവിക്കണം. അപ്പോൾ വീട്ടിനുള്ളിലിരിക്കുന്ന ആത്മാവ് പീസ്ഫുൾ ആയിട്ടിരിക്കും. ആത്മാവ് പീസ്ഫുൾ അല്ലെങ്കിൽ പിന്നെ വേസ്റ്റാണ് ലൈഫ്. ഓക്കെ. അപ്പോൾ ആ ഒരു വീട്ടിൻ്റെ നവദ്വാരങ്ങൾ, നമ്മുടെ ശരീരത്തിൻ്റെ നവദ്വാരങ്ങൾ എന്ന് പറഞ്ഞാൽ നവദ്വാരേ പുരേ ദേഹി ഹംസോ ലീലായതേ ബഹി വശീ സർവസ്യ ലോകസ്യ സ്ഥാവരസ്യാചരസ്യാച എന്ന് പറഞ്ഞാൽ ജീവസത്തയുടെ ശരീര അന്തർഭാഗത്ത്, ജീവസത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ജീവിക്കുന്ന ഭഗവാൻ, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാൻ ഈ ലോകത്തിലെ സർവ്വജീവജാലങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ്. അല്ലെ? നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവ് ആരാണ്? സർവ്വലോകങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരാളാണ്. ശരീരത്തിന് 9 വാതിലുകളുണ്ട്. 2 കണ്ണുകൾ, 2 നാസ്വാധാരങ്ങൾ, 2 ചെവികൾ, വായ്, ഗുദം, ഉത്പാദനേന്ദ്രിയങ്ങൾ. മനസ്സിലായില്ലേ? അങ്ങനെ നമുക്ക് 9 ദ്വാരങ്ങളുണ്ട്. ബദ്ധാവസ്ഥയിൽ ജീവനും താനും ശരീരവും ഒന്നാണെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ഒന്നും അറിയാതെ ഇങ്ങനെ ഭഗവാനെ അറിയാതെ ജീവിക്കുന്ന സമയത്ത് നമ്മൾ എന്താ ചിന്തിക്കണേന്നറിയോ? ആത്മാവും ശരീരമൊക്കെ ഒന്നാണ്. ഞാൻ 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 എന്ന ഭാവം. എന്നാൽ തന്നിലുള്ള ഭഗവാനോട് താതാത്മ്യം പ്രാപിക്കാൻ അപ്പോൾ തന്നിലുള്ള ഭഗവാനോട് താതാത്മ്യം പ്രാപിക്കാൻ
എന്തേ ആ ഫോണിൽ ലൈവ് എടുത്തുകൊണ്ടിരിക്കുക? ഹലോ ഹലോ ആ ക്ഷേത്രത്തിന്റെ വലതു ഭാഗത്ത് ഒരു വലിയ വീട് കണ്ട? ആ കവാട വലിയ വീട്, ആ വീടിന്റെ ആ പടിപ്പുരയുള്ള വീട്, അവിടേക്ക് കയറിക്കോ. എന്നിട്ട് പുറത്തൊരു മണി വെച്ചിട്ടുണ്ട്, അത് അടിച്ചാൽ മതി. അപ്പോ നമ്മൾ എന്താ ചെയ്യേണ്ടത്? തന്നിലുള്ള ഭഗവാനോട് താതാത്മ്യം പ്രാപിക്കാൻ കഴിഞ്ഞാൽ, ഭഗവാനോടൊരു ആത്മാർത്ഥതയോടുകൂടി നമുക്ക് ഇരിക്കാൻ ആടികളെ എത്തിയോ? 10 മിനിറ്റ് കൊണ്ട് എത്തല്ലേ? അച്ഛനും അമ്മയൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. അടികളൊന്ന് എത്തി വീട്ടിലേക്ക് കയറുന്നുണ്ട് അവർ. അപ്പൊ ഒന്ന് ചേച്ചിയോട് അടികളൊന്ന് പറയണ്ടേ? ചേച്ചിയുടെ നമ്പർ ഇല്ല. ശരി അടികളെ, ഒരുപാട് സന്തോഷം. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ മേൽശാന്തിയാണ് സത്യധർമ്മനടികൾ. ഒറ്റ മിനിറ്റടാ. തീർത്തും തികഞ്ഞ ഒരു ബ്രാഹ്മണൻ. ആരൊക്കെ ആ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയാലും അദ്ദേഹത്തെ കണ്ട് തൊഴുത് ഒരു ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കാൻ സാധിച്ചു. അതിനോളം പുണ്യം വേറെയില്ല. അത്രയും തികഞ്ഞ സാത്വികനായിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ. അടികൾ വന്നുകൊണ്ടിരിക്കുകയാണ് വെച്ചാൽ 10 മിനിറ്റ് കൊണ്ട് എത്തും. 10 മിനിറ്റ് കൊണ്ട് എത്തും. ചേച്ചി ഇല്ലേ അവിടെ? ആയിക്കോട്ടെ. അവിടെ ഒന്ന് ബെല്ലടിച്ചാൽ ഒന്ന് ചേച്ചി വാതിൽ തുറക്കുമായിരുന്നു. പുറത്തൊരു മണിയുണ്ട്, ഒന്ന് കൊടുത്തേ. ചേച്ചി നമസ്കാരം, അമ്പിളിയാണ്. ചേച്ചി നമസ്കാരം, അമ്പിളിയാണേ. ചേച്ചി അടികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റേ അമ്പലത്തിൽ പൂജയ്ക്ക് പോയിരിക്കാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് പറഞ്ഞേ. ഓക്കെ. ഞാൻ ചെന്നൈയിൽ ചേച്ചി. ഞാനിപ്പോൾ ഈ മാസം വരുന്നുണ്ട്. വരുമ്പോൾ എന്തായാലും അങ്ങോട്ട് വരും ചേച്ചീനെ അടികളൊക്കെ കാണാൻ വേണ്ടി. ആയിക്കോട്ടെ ചേച്ചി. എന്നോട് പറഞ്ഞു രാവിലെ അമ്പലത്തിൽ ഒരു പൂജയ്ക്ക് പോവാന്ന് പറഞ്ഞു. പ്രതിഷ്ഠത്തിനാണ്. പറഞ്ഞു ചേച്ചി, അടികൾ പറഞ്ഞു. ആയിക്കോട്ടെ ചേച്ചി. സുഖമായിരിക്കുന്നില്ലേ? മക്കളൊക്കെ സുഖമായിരിക്കുന്നില്ലേ? ആയിക്കോട്ടെ ചേച്ചി, ഞാൻ എന്തായാലും വരുമ്പോൾ ഞാൻ കാണാം. ഓക്കെ ചേച്ചി, ശരി. താങ്ക് യു. ഹരേ കൃഷ്ണ. അടികളുടെ ഭാര്യയാണേ. ഞാൻ അത്രയും റെസ്പെക്റ്റോടുകൂടി അവരെ സ്നേഹിക്കാൻ കാരണം ഭഗവതിയുടെ വഴികളെല്ലാം എനിക്ക് പറഞ്ഞു തന്ന കുടുംബമാണത്. കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ മേൽശാന്തി സത്യധർമ്മനടികളും കുടുംബം എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എൻ്റെ ഗുരുവാണ്. എനിക്ക് ഈശ്വരപാതയിലേക്ക് വഴി കാണിച്ചു തന്ന വ്യക്തികളാണ്. ഒരു ശതമാനമെങ്കിലും എനിക്ക് നന്മ പറഞ്ഞു തന്ന ഒരു വ്യക്തികളെയും ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കില്ല. അവരെപ്പോഴും ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കും, ബഹുമാനിച്ചുകൊണ്ടിരിക്കും. കേരളത്തിൽ പോയാൽ എനിക്ക് ഇങ്ങനെ കുറേ പേരെ കാണാനും അനുഗ്രഹം വാങ്ങിക്കാനും ഉണ്ട്. കാരണം അതേ നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കും, മറ്റൊന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ദേവിയുടെ ബാലപാഠങ്ങളും എല്ലാം പഠിപ്പിച്ചു തന്ന ആചാര്യനായതുകൊണ്ട് തന്നെ എൻ്റെ ഫാമിലി കൊടുങ്ങല്ലൂർ പോയാലും അവരുടെ ദർശനം എടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ചിട്ടേ തിരിച്ചു പോകാറുള്ളൂ. പ്രസാദം കൈപ്പറ്റിയിട്ടേ പോകാറുള്ളൂ. കാരണം നമ്മുടെ ഗുരുക്കന്മാരാണ്. അത് ഇന്ന ഒരു വ്യക്തിയെന്നൊന്നുമില്ല, എല്ലാവരും. അദ്ദേഹം തികഞ്ഞ ബ്രാഹ്മണനാണ്, സാത്വികനാണ്. ആ മുഖം കണ്ടാൽ തന്നെ നമുക്കൊരു എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലാണ്, അത്രയും ഒരു ഫീലാണ്. അതുകൊണ്ട് കൊടുങ്ങല്ലൂർ പോകുന്ന എല്ലാവരും ക്ഷേത്രത്തിൽ പോയിട്ട് സത്യധർമ്മനടികളെ ചോദിക്കുക, കാണുക, അനുഗ്രഹം വാങ്ങിക്കുക. തികഞ്ഞ ബ്രാഹ്മണനാണ്. ഓക്കെ, ഹരേ കൃഷ്ണ. അപ്പോൾ നമ്മുടെ ശരീരസ്ഥനായിരിക്കുമ്പോൾ നമ്മൾ ഭഗവാനെയും എല്ലാം മറന്നു പോകും. നമ്മൾ ശരീരത്തിൽ തന്നെ അങ്ങോട്ട് ഇങ്ങനെ ലയിച്ചു ചേർന്ന് നമ്മൾ അങ്ങനെ ജീവിക്കും, അല്ലേ? ഒരു അർത്ഥവും ഇല്ല, അത് വേസ്റ്റാണ് ആ ജീവിതം. ഭഗവാനോളം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ആത്മാവിനെ അത്രയും പരിശുദ്ധമാക്കി വെക്കണം. അത്രയും നമ്മൾ ആത്മാവ് പരിശുദ്ധമാക്കി നമ്മൾ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി?
ഭഗവാനിലേക്ക് അടുക്കാനുള്ള വഴികൾ എളുപ്പമായി. കൃഷ്ണാവബോധമുള്ളവൻ ഭൗതിക ശരീരത്തിൻ്റെ എല്ലാ ബാഹ്യാഭ്യന്തരങ്ങളായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും മുക്തനാണ്. കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? ഭൗതിക ശരീരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തനാണ്. യാതൊരുവിധ കണക്ഷൻസും ഇല്ല. ഭൗതിക ശരീരമുണ്ട്, അങ്ങനെ പോണു, പക്ഷെ എൻ്റെ ലക്ഷ്യം ഭഗവാനാണ്. ആ മനസ്സോടുകൂടി അങ്ങനെ ജീവിക്കും. അപ്പോൾ നമുക്ക് ദുഃഖങ്ങൾ ഉണ്ടാവില്ല, കഷ്ടതകൾ ഉണ്ടാവില്ല. നമ്മൾ വന്ന വഴി മറക്കരുത്, ഒരിക്കലും മറക്കരുത്. ഒരാൾ നമുക്കൊരു നല്ല വാക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ടെങ്കിൽ എന്നും നന്മയോടുകൂടി അവരെ നമ്മൾ സ്മരിക്കണം, നമ്മൾ സ്നേഹിക്കണം, നമ്മൾ ബഹുമാനിക്കണം. ആ വ്യക്തിബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ഇത് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അദ്ദേഹത്തെ കാണണം. എന്തെങ്കിലും ഒരു ക്ലാഷ് വന്നാൽ പോലും നമ്മളത് ക്ഷമിക്കാൻ പഠിക്കണം. മാക്സിമം ഷെയർ ചെയ്യൂ കേട്ടോ. ക്ഷമിക്കാൻ പഠിക്കണം, സ്നേഹിക്കാൻ പഠിക്കണം, ബഹുമാനിക്കാൻ പഠിക്കണം. അത് ആരുമായിക്കോട്ടെ, ആരും നമ്മളെക്കുറിച്ച് എന്തും പറഞ്ഞിട്ട് നമ്മൾ പറയരുത്, ഒരിക്കലും പറയരുത്. എപ്പോഴും ബഹുമാനിക്കുക, എപ്പോഴും സ്നേഹിക്കുക, എപ്പോഴും അവരെ മനസ്സിൽ ഓർക്കുക. മുമ്പ് ഞാൻ സുന്ദർ സഖാ പ്രഭുജിയുടെ കൂടെയായിരുന്നു. ചില കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾ തമ്മിൽ അകന്നു. പക്ഷേ സ്റ്റിൽ ഞാൻ അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്യുന്നു. അദ്ദേഹവും എനിക്കൊരു 25% അറിവുകൾ പകർന്നു തന്നിട്ടുണ്ട്. സോ ആ അറിവുകളെയും ഞാൻ ബഹുമാനിക്കുന്നു. ചില ദേഷ്യം വന്ന സമയങ്ങളിൽ ചിലപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മളുടെ ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ ഡിസ്കസ് ചെയ്തിട്ടും അതർവൈസ് അതെല്ലാം മറന്ന് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കണം, സ്നേഹിക്കണം. എന്താ പറയുക, എന്നും നന്ദിയോടെ നമ്മൾ സ്മരിക്കണം. നമുക്ക് ആരോടും വൈരാഗ്യം വേണ്ട, ദേഷ്യം വേണ്ട, വെറുപ്പ് വേണ്ട, വിദ്വേഷം വേണ്ട, ഒന്നും വേണ്ട. പക്ഷേ അറ്റ് പ്രസൻറ്റ് നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നും, നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ സമയമെടുത്ത് നമ്മൾ നമ്മളെ തന്നെ റിലാക്സ് ആക്കണം, കൂളാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഒരിക്കലും വിദ്വേഷം മനസ്സിൽ വെച്ച് യാത്ര ചെയ്യരുത്. വിദ്വേഷം മനസ്സിൽ വെച്ച് യാത്ര ചെയ്തു കഴിഞ്ഞാൽ ജീവിതം വേസ്റ്റായി പോകും. ക്ലിയർ? അതാണ് നമ്മുടെ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി 14ാമത്തെ ശ്ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന കർത്തൃത്വം ന കർമാണി ലോകസ്യ സൃജതി പ്രഭു ന കർമ്മഫല സംയോഗം സ്വഭാവസ്തു പ്രവർത്തതേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരസ്ഥനായിരിക്കുന്ന ആത്മാവ്, അതായത് ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് തൻ്റെ ശരീരമാകുന്ന വീടിൻ്റെ ഉടമസ്ഥൻ, അല്ലെ? ശരീരമാകുന്ന വീട്, ഈ ശരീരത്തെ നമ്മൾ വീടെന്നാണ് സങ്കല്പിക്കുന്നത്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ ആരാണ്? ഉള്ളിലിരിക്കുന്ന ആത്മാവ്. അപ്പോൾ ആ ആത്മാവ് എന്ത് ചെയ്യുന്നില്ല? കർമ്മങ്ങൾ ഉണ്ടാക്കുന്നില്ല. ഒന്നും ആത്മാവ് കർമ്മങ്ങൾ ഉണ്ടാക്കുന്നേയില്ല. കാരണം ശരീരമാണ് ഓരോരോ കാര്യങ്ങൾക്ക് പിന്നാലെ പോയിട്ട് കർമ്മങ്ങൾ ഉണ്ടാക്കുന്നത്. ആ കർമ്മത്തിൻ്റെ ദോഷഫലങ്ങൾ അനുഭവിക്കാൻ ഈ ശരീരം തന്നെയാണ് വീണ്ടും ശരീരം സ്വീകരിച്ച് ശരീരം അനുഭവിക്കുന്നത്, അല്ലേ? ശരീരമാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നത്, ആത്മാവല്ല ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. കർമ്മം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുമില്ല നമ്മളെ ആത്മാവ്. കർമ്മം എന്ന് പറയുമ്പോൾ നമ്മുടെ ജോലിയല്ല കേട്ടോ ഉദ്ദേശിച്ചത്, മോശം കാര്യങ്ങൾ, ദേഷ്യം, വാശി, വെറുപ്പ്, വൈരാഗ്യം, ആസക്തി, ആഗ്രഹം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും നമ്മുടെ ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കുന്നില്ല. അതുകൊണ്ട് ആത്മാവിന് കർമ്മഫലം ഉണ്ടാകുന്നില്ല. എല്ലാം ശരീരമാകുന്ന ഇന്ദ്രിയങ്ങളിൽ എന്താ പറയുക, ഇന്ദ്രിയങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ശരീരമാണ് കർമ്മഫലങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ശരീരമാണ് ആഗ്രഹങ്ങളുടെ പിന്നാലെ പോകുന്നത്. അതുകൊണ്ട് കർമ്മഫലങ്ങൾ അനുഭവിക്കുന്നതും ഈ ശരീരം തന്നെ, ആത്മാവല്ല. പ്രകൃതിയിലെ ത്രിഗുണങ്ങളാണ് ഇതിനെല്ലാം കാരണം. രജോഗുണം, തമോഗുണം, സത്വഗുണം. കാരണം സത്വഗുണത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ യാതൊരു പ്രയാസവും ഇല്ല. മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഷെയറിങ് വളരെ കുറവാണ്. നമ്മുടെ കിച്ചൂട്ടിന് വേണ്ടിയിട്ട് എല്ലാവരും ഷെയർ ചെയ്യും. ഗുരുവായൂർ മഞ്ജരീസ് കുടുംബത്തിന് വേണ്ടി ഷെയർ ചെയ്യും. എനിക്ക് എന്തെങ്കിലും തരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ഷെയറിങ് തന്നാൽ മതി, വേറെ ഒന്നും വേണ്ട. ഷെയറിങ്ങും കുറച്ച് അച്ചാറും കുറച്ച് ചെടിയും, ഇതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, വേറെ ഒന്നും വേണ്ട. ആ ആഗ്രഹത്തിൽ നിന്ന് പുറത്തു വരണമെന്ന്, ഷെയറിങ്ങിൻ്റെ ആഗ്രഹത്തിൽ നിന്ന് പുറത്തു വരില്ല. ചെടിയുടെയും അച്ചാറിൻ്റെയും ആഗ്രഹത്തിൽ നിന്ന് പുറത്തു വരണമെന്നുണ്ട്. പക്ഷെ ചെടിയും എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. പ്രസന്ന മാതാജി കുറച്ച് ഓർക്കിഡും കുറച്ച് പൂക്കളുണ്ടാകുന്ന ചെടിയൊക്കെ കണ്ടെത്തുന്നു തിരുപ്പതിയിൽ. അപ്പം നമ്മൾ ഓരോരോ ആഗ്രഹങ്ങളെ ഒഴിവാക്കി നമ്മൾ എന്ത് ചെയ്യണം? മുന്നോട്ട് ഇങ്ങനെ പോകണം. അപ്പം ഈ രജോ ഗുണവും തമോ ഗുണത്തിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്താ ഉണ്ടാവുക? നമുക്കിങ്ങനെ ഓരോരോ ആഗ്രഹങ്ങൾ, ഉറങ്ങണം, വെറുതെ ഇരിക്കണം, അതാക്കണം, ഇതാക്കണം, അവിടെ പോകണം, അത് വാങ്ങണം, ഇത് വാങ്ങണം, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ. അപ്പം അങ്ങനെ ആയ എന്തായി? നമ്മുടെ ജീവിതം നശിച്ചു പോകും. സത്വഗുണത്തിൽ മാത്രം നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ജീവാത്മാവ് ഭഗവാന്റെ ശക്തികളിൽ, പ്രകൃതികളിൽ ഒന്നാണ്. ജീവാത്മാവെന്ന് പറയുന്നത് ഭഗവാന്റെ ഒരുപാട് ശക്തിയുണ്ട്, അല്ലേ? അനന്തമായ ശക്തിയുണ്ട് ഭഗവാൻ. ആ ശക്തികളിൽ ഒന്നാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവ്. ഈ ജീവാത്മാവ് ഭഗവാന്റെ പരാപ്രകൃതി എന്നറിയപ്പെടുന്ന ഒരു ദ്രവ്യത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭഗവാന്റെ പരാപ്രകൃതി എന്ന്,
ഭഗവാന്റെ ഒരു പ്രകൃതി തന്നെയാണ് ഈ ജീവാത്മാവ്. ഇത് 7-ാം അധ്യായത്തിൽ നമ്മൾ പഠിക്കും. അതുകൊണ്ടാണ് അതേക്കുറിച്ച് കൂടുതൽ ഞാൻ പറയാത്തത്. എങ്ങനെയോ ഓർമ്മ വെച്ച കാലം മുതൽ തന്നെ ഈ ഒരു പ്രകൃതിയായിരിക്കുന്ന ജീവാത്മാവ്, നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവ് എങ്ങനെയോ നമ്മളെ ജനിച്ച് ഓർമ്മ വെച്ച കാലം മുതൽ ഈ ജീവാത്മാവ് നമ്മളുടെ ഈ ഭൗതിക പ്രകൃതിയോട് കണക്റ്റ് ആയിപ്പോയി അല്ലേ, ഈ ലോകത്തോടു കൂടി കണക്റ്റ് ആയിപ്പോയി. എങ്ങനെയോ നമ്മൾ അറിയാതെ കണക്റ്റ് ആയിപ്പോയി. തൻ്റെ ക്ഷണിക ദേഹമായിരിക്കുന്നത്, ഇത് വളരെ കുറച്ച് സമയം മാത്രം നമുക്ക് ജീവിക്കാനേ അനുമതിയുള്ളൂ ഈ ശരീരത്തിൽ. അപ്പം ആ ദേഹത്തിൽ ഭൗതിക വസതി, അതായത് ഈ ശരീരത്തിലെ കർമ്മങ്ങളുടെയും അവയുടെ ഫലങ്ങളുടെയും ഒക്കെ ഹേതുവായി തീരുകയാണ് ഈ ശരീരം. ഈ ആത്മാവ് അതിൻ്റെ അകത്ത് കയറിയിരുന്ന് ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഭഗവാനെ മാത്രം ആലോചിക്കുന്നു. പക്ഷെ ശരീരം ആഗ്രഹങ്ങളിലേക്ക് പോയി. അതോടുകൂടി ഈ ശരീരം ദുരിത ഫലങ്ങൾ അനുഭവിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു അടച്ചിട്ട അവസ്ഥയിൽ ജീവിച്ചിട്ട് ശരീരമാണ് നമ്മളെന്ന് നമ്മളങ്ങ് തെറ്റിദ്ധരിക്കണം. ഈ ശരീരം നാളെ നശിച്ചു പോകും, എല്ലാം പോയിപ്പോ, അങ്ങനെയുള്ള ചിന്തയൊന്നുമില്ല. ഞാൻ എന്ന ഭാവത്തിൽ അങ്ങനെ ജീവിച്ചിട്ട് തെറ്റിദ്ധരിച്ചിട്ട് അറിവില്ലായ്മ കൊണ്ട് അജ്ഞാനതിമിരന്തസ്യേ, ഈ അജ്ഞാനം കൊണ്ട് ജീവൻ ശാരീരിക കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുകയാണ്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഈ ജീവാത്മാവ് അങ്ങ് ശാരീരിക കർമ്മങ്ങൾ, നമ്മൾ ചെയ്തു കൂട്ടിയ ശരീരത്തിൻ്റെ കർമ്മഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇന്നലെ ഇപ്പോൾ ഒരു മാതാജി എന്നെ വൈകിട്ട് ഒരു 7 മണി സമയത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മാതാജി എൻ്റെ സിസ്റ്റർ വളരെയധികം വയ്യാതെ കിടക്കുകയാണ്, ആ ഒരവസ്ഥ കാണാൻ പറ്റുന്നില്ല, അച്ഛനോട് ഇതിൽ വിളിക്കല്ലേ അച്ഛാന്ന് പറഞ്ഞാൽ അച്ഛൻ അതിൽ തന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അന്നലെ മാതാജി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാതാജി വല്ലാത്തൊരവസ്ഥയിലാണ്, ഒരിക്കലും ഞാൻ എൻ്റെ സിസ്റ്റർ മരിക്കണം എന്നൊന്നും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ ആ ദുരിതം കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാതാജി, എന്ത് ചെയ്യണമെന്നേ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്ത് ചെയ്യുന്ന എനിക്ക് അറിഞ്ഞൂടാ മാതാജി, ഹോസ്പിറ്റലൊക്കെ കൈവിട്ട് മാതാജി. ഞാൻ പറഞ്ഞു, കിച്ചൂട്ടൻ കൈവിടില്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഒട്ടും വിഷമിക്കേണ്ട, കിച്ചൂട്ടൻ കൈവിടില്ല എന്ന്. അപ്പോൾ ഇങ്ങോട്ട് വീണ്ടും വിളിക്കേണ്ടി തോന്നുന്നുണ്ട്. ഈശ്വര, ലൈവ് കട്ടായി പോകും. അപ്പോൾ കിച്ചൂട്ടൻ ഒരിക്കലും കൈവിടില്ല മാതാജി എന്ന് പറഞ്ഞു. മാതാജി, എനിക്ക് എൻ്റെ പ്രതീക്ഷകൾ നശിച്ച പോലെയാണ് എൻ്റെ അനിയത്തി കിടക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മാതാജി ഒന്നുകൊണ്ടും വിഷമിക്കുന്നു, കിച്ചൂട്ടൻ കൊണ്ടുക്കോളും മാതാജി എന്ന് പറഞ്ഞു. അച്ഛാ, മറ്റേ നമ്പറിൽ ഞാൻ ലൈവ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അച്ഛാ, അതാണ് ഞാൻ അതിൽ കട്ട് ചെയ്യുന്നത്. ആ ഇല്ല, ഞാൻ പറഞ്ഞു, ആളോട് പറഞ്ഞു. ഒന്ന് ഫോൺ കൊടുക്കുക അച്ഛാ, നമ്പർ മറ്റേ ഫോണിലാണല്ലോ, ഒന്ന് ഫോൺ കൊടുത്തേ. നാരായണ, ഒന്ന് കൊടുത്തേ മോളെ ഫോൺ. ചേട്ടൻ ഇന്നലെ കാലിക്കറ്റ് വരെ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് അങ്ങനെ ട്രിപ്പ് ഇട്ടതേ. ഓ അത് ശരി, എയർപോർട്ടോട്ട്. മനസ്സിലായി. ഇപ്പം വരും അടികൾ, ഒരു അമ്പലത്തിൽ പൂജയ്ക്ക് പോയിരിക്കുകയാണ്, അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രസാദം വാങ്ങിച്ചിട്ട് അവരൊന്ന് ഡ്രോപ്പ് ചെയ്തോളൂ, വേറെ വിഷമമൊന്നും ഉണ്ടാക്കല്ലേ അവർക്ക്. അവർ മക്കളെ പറഞ്ഞു, അച്ഛൻ പറഞ്ഞു അല്ല ഡ്രൈവർക്ക് പെട്ടെന്ന് പോകണം. മനസ്സിലായി. പറഞ്ഞിരുന്നില്ലേ, മനസ്സിലായി. കുഴപ്പമില്ല ചേട്ടാ, അവിടെ ഡ്രോപ്പ് ചെയ്താൽ മതി, ബാക്കി അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തോളാം. ഒന്ന് അടികൾ വന്ന് അവർ സംസാരിച്ച് പ്രസാദം ഒന്ന് വാങ്ങിച്ചു. വേണം, അത് ഞാൻ പറയാം ചേട്ടനോട്, ഇതൊന്ന് സെറ്റിൽ ചെയ്തിട്ട് അവരെ ഡ്രോപ്പ് ചെയ്തു. ശരി ചേട്ടാ, ഓക്കെ, താങ്ക്സ്. അയ്യോ നാരായണ, എല്ലാവരെയും ഒന്ന് സെറ്റിലാക്കാൻ അവരോടും ഒന്നും പറയാൻ പറ്റില്ല, ഇവരോടും ഒന്നും പറയാൻ പറ്റില്ല. സാത്വിക മനോഭാവം, അത് മാത്രമേ രക്ഷയുള്ളൂ. സാത്വികതയിൽ പോയാലേ സോൾവ് ആവും, അല്ലാണ്ട് സോൾവ് ആവൂല. കഴിച്ചോ, ലക്ഷ്മി ആൻറ്റിക്കും പ്രിയ ചേച്ചിക്കും കൊടുക്കും. അപ്പം നമ്മൾ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഓർമ്മ വെച്ച നാൾ മുതലേ നമ്മൾ എങ്ങനെയോ ഈ ഭൂമിയിൽ അങ്ങോട്ട് പെട്ടുപോയി അല്ലേ, ആഗ്രഹങ്ങളുടെ ഭാഗത്തേക്ക് അങ്ങോട്ട് പെട്ടുപോയി. അങ്ങനെ പെട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ ആഗ്രഹങ്ങളുടെ പിന്നാലെയുള്ള ഒരു ഓട്ടമാണ്. ആ ഓട്ടത്തിൽ പെട്ടത് കാരണം എന്തായി, നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്, എന്ത് ചെയ്യണം എന്നറിയാതെ ഓടി അവസാനം വരുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ഇന്നലെ ആ മാതാജി അങ്ങനെ വിഷമിച്ച് പറഞ്ഞപ്പം കുറേ നാളായിട്ട് കിടപ്പിലാണ് മാതാജി, എനിക്ക് അറിഞ്ഞൂടെ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. കിച്ചുവിനോട് വന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് കിച്ചു, എന്താ ഇത്, ആ ജീവാത്മാവ് എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അവരാരാന്ന് പോലും അറിയില്ല. ഞാൻ കിച്ചുവിനോട് മാപ്പ് ചോദിക്കുന്നു, ആ ജീവനെ രക്ഷിക്ക് കിച്ചു, പോട്ടെ, വിട്ടുകളാം. അവർ അബോധാവസ്ഥയിലാണ് കിടക്കുന്നത്, കിഡ്നിയും പോയി, ഹാർട്ടും പോയി, അബോധാവസ്ഥയിൽ കിടക്കുന്ന അവര് എന്തനുഭവിക്കാനാ കിച്ചു ഇതിൽ കൂടുതൽ? അവരെന്ത് ചെയ്യുന്നു, ഏത് ചെയ്യുന്നു എന്ന് പോലും അവരറിയുന്നില്ല. ഏതോ നേരിയ ഒരു ശബ്ദത്തിൻ്റെ ഒരു ഇതിൽ അവരിങ്ങനെ കിടക്കുകയാണ്, അതും അബോധാവസ്ഥയിൽ. ആ ഒരു ജീവനെ ഇട്ടിട്ട് എന്തിനാ കിച്ചു ഈ വട്ടം കളിപ്പിക്കണേന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഉടനെ എൻ്റെ മനസ്സിൽ തോന്നിയത്, കിച്ചു പറഞ്ഞതോ എൻ്റെ തോന്നലോ എന്താണെന്ന് എനിക്കല്ല, പക്ഷെ ആ കറക്റ്റ് സമയത്ത് എനിക്ക് കിട്ടിയ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ അബോധാവസ്ഥയിൽ കിടക്കുന്ന അവരല്ല കർമ്മഫലം അനുഭവിക്കുന്നത്, അവരെ കണ്ടു നിൽക്കുന്ന വ്യക്തിയാണ് കർമ്മഫലം അനുഭവിക്കുന്നത്. ആ കിടക്കുന്ന വ്യക്തി ഒന്നും അറിയാതെ അബോധാവസ്ഥയിൽ കിടക്കുന്നു, പക്ഷെ ആ കിടപ്പ് കണ്ട് കർമ്മഫലം അനുഭവിക്കേണ്ട വ്യക്തി അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പം അവരാണ് അത് അനുഭവിക്കുന്നത്. അവർ ചെയ്ത തെറ്റാണ് ഇവരുടെ ദുരിത സമയത്ത് അവരനുഭവിക്കുന്നത്. കറക്റ്റ് അല്ലേ അത്? അപ്പം ഞാൻ പറഞ്ഞു, പോട്ടെ കിച്ചു, ഇത്രയൊന്നും പാടില്ല കിച്ചു, അങ്ങ് ക്ഷമിക്കുക, കൊണ്ടുപോകാൻ പറ്റുകയാണെങ്കിൽ കിച്ചു കൊണ്ടുപോകും, ഇനി ദുരിതപ്പെടുത്തല്ലേ, സമാധാനിപ്പിക്കുക, അവർക്കൊരു ആശ്വാസം നൽകും. ക്ഷമിക്കാൻ പറ്റാത്ത ഒരു തെറ്റും ഈ ലോകത്തില്ല. കാരുണ്യവാനായ അങ്ങയോടല്ലാതെ അറിവില്ലാ പൈതങ്ങളായ ഞങ്ങൾ ആരോട് അപേക്ഷിക്കും എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞു ഞാൻ റൂമിൽ വന്ന് ദിവ്യയോട് ഞാൻ പറഞ്ഞു, ദിവ്യയെ 3 ദിവസത്തിനുള്ളിൽ അവരെന്തായാലും മരിക്കും, അത് ഉറപ്പാണ്, എൻ്റെ കിച്ചു അത് കൊണ്ടുപോകും, എനിക്ക് നല്ല വിശ്വാസമാണെന്ന് പറഞ്ഞു. രാത്രി ഒരു 12 മണിയായപ്പോൾ ആ മാതാജി വിളിച്ചു പറഞ്ഞു, മാതാജി എൻ്റെ സിസ്റ്റർ പോയി. ഞാൻ ഓടി കിച്ചുവിനോട് വന്നിട്ട് പറഞ്ഞു, കിച്ചു കോടി നമസ്കാരം, വിളിച്ചാ വിളിപ്പുറത്താണ് അങ്ങ്. ഞങ്ങൾ മഞ്ജരീസ് കുടുംബത്തിന് ഒരു ആദിയും വ്യാധിയും നൽകല്ലേ, ഞങ്ങൾക്കത് സഹിക്കാനുള്ള ശക്തിയില്ല. അറിഞ്ഞുകൊണ്ടല്ല ഞങ്ങളൊന്നും പാപം ചെയ്തു പോയത്, അറിയാതെ ചെയ്തു പോയതാണ്. ഇന്ന് ഞങ്ങൾ അങ്ങയെ അറിയുന്നു, അങ്ങുണ്ടെന്നുള്ള ഒറ്റ ധൈര്യത്തിൽ മുന്നോട്ട് ജീവിക്കുന്നു. ഞങ്ങളുടെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് കൃഷ്ണാവബോധത്തിൽ നിലനിർത്തി ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകണേ കിച്ചു. അങ്ങനെ ആ മാതാജി വിളിച്ചു പറഞ്ഞു, മാതാജി എനിക്ക് എന്ത് പറയണം എന്നറിയില്ല, ഇനി എനിക്ക് സമാധാനമായി. അവൾ പോയതിൽ സങ്കടമുണ്ട്, അവളെ കാണാൻ പറ്റില്ലല്ലോ എന്നോർത്ത്. പക്ഷെ ഇത്ര ദുരിതപ്പെട്ട അവസ്ഥയിൽ എനിക്ക് അവളെ കാണാൻ കഴിയുന്നില്ല മാതാജി. അപ്പം ആലോചിച്ച് നോക്കണം, ഒരു വിളിപ്പുറത്ത് ഹൃദയം തുറന്ന് പറഞ്ഞാൽ ഭഗവാൻ കേൾക്കും, കേൾക്കാതിരിക്കില്ല. കിച്ചു അങ്ങനെയാണ്. ഈ കിടക്കുന്ന ഹാരങ്ങളെല്ലാം കിച്ചുവിന് വന്ന് അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ നമ്മൾ അണിയിക്കുന്നതും ഓരോരുത്തരുടെയും പ്രാർത്ഥനാർത്ഥമാണ്. അവർ പ്രാർത്ഥിച്ച് കിച്ചുവിന് അണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ഓരോ കാര്യങ്ങൾക്ക് എന്താ പറയുക, പ്രാർത്ഥനയും അവരുടെ എന്താ പറയുക, എല്ലാ അർത്ഥത്തിലും നമ്മൾ ഭഗവാനെ ആശ്രയിച്ചാൽ മതി, നമ്മൾ വേറെ ആരെയും ആശ്രയിക്കേണ്ട. ഭഗവാൻ നൽകുന്നതിനേക്കാൾ ഒരു വലിയ സംരക്ഷണം ഈ ലോകത്ത് നമുക്ക് നൽകാൻ ആരും ഇല്ലെന്നേ. ഒരാൾ തരുന്ന വാക്കിലും ഉറപ്പില്ല, ഒരാൾ തരുന്ന സംരക്ഷണത്തിലും നമുക്ക് ഉറപ്പില്ല. മനസ്സിലായില്ലേ? ഭഗവാൻ നൽകുന്ന ആ സംരക്ഷണം, അതിന് മാത്രമേ നമുക്ക് അടിസ്ഥാനമുള്ളൂ, അടിത്തറയുള്ളൂ, അല്ലാത്ത ഒന്നിനും ഇല്ല. ഇവിടെ പറയുന്നു, ശരീരസ്ഥനാകുന്ന കാലത്തോളം താൻ അതിൻ്റെ ഉടമയാണെന്ന് ജീവന് തോന്നും. വാസ്തവത്തിൽ അവൻ അതിൻ്റെ ഉടമയോ അത് ചെയ്യുന്ന കർമ്മങ്ങളുടെയും അനുഭവിക്കുന്ന ഫലങ്ങളുടെയോ നിയന്താവല്ല. ഈ പ്രപഞ്ച സമുദ്രത്തിൻ്റെ മധ്യത്തിൽ തന്നെയിട്ട് പന്താടുന്ന തിരമാലകളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത നിലനിൽപ്പിനായി പാടുപെടുകയാണ് ജീവൻ. നമ്മൾ ഈ ലോകത്ത് കിടന്നിട്ട് കടലിലെ തിരമാലകൾ അടിയുന്ന പോലെ അടിയാണ്. ആ നമ്മളെ ഒന്ന് നിയന്ത്രിക്കാൻ നമ്മുടെ ആത്മാവിന് സാധിക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ ആഗ്രഹങ്ങൾക്ക് പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. ആത്മാവ് അപ്പോഴും പറയുന്നു, അതല്ല ഭഗവാൻ ഭഗവാൻ ഭഗവാൻ, പരമാത്മാ, ഈ വഴി പോ. പക്ഷെ നമ്മളെന്താ ചെയ്യും? നാളെ രാവിലെ എഴുന്നേറ്റ് ഭഗവാനെ പൂജ വയ്ക്കും. എന്തായാലും നാളെ രാവിലെ ഞാൻ പാണ്ഡവ ഏകാദശി എടുക്കും, ഒരു സംശയവും ഇല്ല. രാവിലെ എണീറ്റാലോ, അയ്യോ ഒരു കാപ്പി കുടിക്കണേ, എനിക്ക് കാപ്പി ഇല്ലാതെ പറ്റൂല, ഭഗവാൻ എന്നോട് ക്ഷമിക്കണേ, എനിക്ക് തല കറങ്ങുന്നു ഭഗവാനെ. ഉടനെ പോയി കാപ്പി കുടിക്കും. അപ്പോഴും ജീവാത്മാവ്, ഉള്ളിലിരുന്ന ആത്മാവ് പറയുന്നത്, ചെയ്യല്ലേ. ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ? നോ രക്ഷ. ഇതാണ് നമ്മുടെ അവസ്ഥ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. അങ്ങനെ ഇടൂട്ടാ, കൃഷ്ണ ആദ്യം തുടങ്ങും. ഇതാണ് അവസ്ഥ. പിന്നെന്താ പറയുന്നത്?
അത് മാത്രമേ ഭഗവാന്റെ തൃപാദങ്ങളിൽ അഭയം പ്രാപിക്കാമെന്ന് മാത്രമേ നമുക്കൊരു വഴിയുള്ളൂ, പരിഹാരമുള്ളൂ. എല്ലാ കഷ്ടപ്പാടിനും ഉത്തമമായിരിക്കുന്ന നിവാരണ ഉപായം അത് മാത്രമാണ്. ഗീതയിൽ പറഞ്ഞിരിക്കുന്നു, എല്ലാ കഷ്ടപ്പാടിനും അവസാനിപ്പിക്കാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് നാരായണ നാമം, കൃഷ്ണനാമം. അതല്ലാതെ ഒന്നുമില്ല. എടാ ഒന്നാ ഫോൺ തരണേ ദിവ്യ. അത് മാത്രമേ ഉള്ളൂ, വേറെ വഴിയൊന്നുമില്ല. നമുക്ക് കൃഷ്ണനെ ആരാധിച്ചോ, കൃഷ്ണനെ മനസ്സിലാക്കിയോ, കൃഷ്ണനോടൊപ്പം നിന്നോ, നമുക്കെല്ലാം ലഭിക്കും. ഇല്ലേ, ഒന്നുമില്ല. ഓക്കെ, എല്ലാവർക്കും ലഞ്ച് കഴിക്കാനുള്ള സമയമായി. ഞാൻ വൈൻഡപ്പ് ചെയ്യാം. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഞാൻ വെച്ചുതരാം. വളരെ അർത്ഥമുള്ള പാട്ടാണ്. ഹേ രാം. നല്ല ശ്രദ്ധയോടെ ലയിച്ചിരുന്നാൽ ഈ പാട്ട് നമ്മളെ അങ്ങ് വേറെ ലോകത്തേക്ക് കൊണ്ടുപോകും. കേൾക്കാമോ? ഹേ റാം എന്നാ വിളിക്കുന്നത് ഭഗവാനെ. തൂ ഹി മാതാ തൂ ഹി പിതാ ഹേ. നീ തന്നെ എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും. सबका स्वामी तू अंतर्यामी सबका स्वामी എന്ന് വെച്ചാൽ തൂ അന്തർയാമി, എൻ്റെ ഹൃദയത്തിൽ നീയുണ്ട്, ഈ ലോകത്തിനും സ്വാമി നീ തന്നെ. തെരേ ചരണം, ആ തൃപ്പാദങ്ങളല്ലാതെ വേറെ എന്താ ഉള്ളത്? ബാക്കി ഞാൻ വരുമ്പം നെക്സ്റ്റ് ലൈവിലിട്ട് തരാം. ഓക്കെ, ഉച്ചയായി, എല്ലാവർക്കും ഭക്ഷണം കഴിക്കാൻ സമയമായി. 12 മണിയെ കുക്ക് ചെയ്യാനൊക്കെ ഉണ്ടാവും. നല്ല ഫ്രീ ആയിട്ട് നമുക്ക് ആ പാട്ട് കേൾക്കാം. ഓക്കെ, ലോങ് സോങ് ആണ്. ഓക്കെ, ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ പവനപ്രിയേഷൻ കി ജയ്. മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇട്ടുള്ളൂ കേട്ടോ, എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇട്ടുതരാം. ഹരേ കൃഷ്ണ. നെക്സ്റ്റ് ക്ലാസ് എപ്പോഴാണെന്നുള്ളത് ഞാൻ ഉടനെ ലൈവിലിട്ട് ഗ്രൂപ്പിലിട്ട് തരാം. ഗ്രൂപ്പിൽ ആഡ് ആവേണ്ടവർ മഞ്ജരീസിൻ്റെ മൊബൈൽ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് തന്നാൽ മതി. സി യു.